ഈ പോക്കിരാജനല്ലേ ഈ മറ്റേ മന്ത്രി മരിച്ചതിന് ശേഷം സാരി തപ്പാൻ പോകുന്ന പരിപാടി, അതിൽ കുറച്ച് സത്യമുണ്ട്. കാരണം ഇപ്പോൾ അങ്ങനത്തെ വലിയ മരണങ്ങൾ നടന്നിട്ടുള്ള വീടുകളിൽ ഈ പറഞ്ഞ പോലെ അവർ സാരി നോക്കാനും ഇതിനു വേണ്ടിയിട്ട് അവർ റിയൽ ലൈഫിൽ അത് നടന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ സീൻ എങ്ങനെയാ ഉദയകൃഷ്ണ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്? ഉദയൻ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അതിന് മുന്നേ വേറൊരു സീനായി എടുത്തത്, നമ്മളെ ക്ലൈമാക്സ് പോർഷനാണ് എടുത്തത് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ഈ സീക്വൻസിലോട്ട് വരുന്നത്. അന്നേരമാണ് വന്നിട്ട് പറഞ്ഞ സ്ക്രിപ്റ്റ് കൊണ്ട് ഡയലോഗ് വായിച്ചപ്പോൾ ഈ പുള്ളി ഇപ്പറേ സത്യം പറഞ്ഞാൽ മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് വന്ന് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ആ സീൻ അയ്യോ നല്ല രസം. കാരണം ആ സീൻ ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നപ്പോൾ ആ പെണ്ണ എന്നെ കണ്ടപാടെ ഒരു ചിരി, ഭയങ്കര ചിരി. അപ്പോൾ അതിപ്പോൾ കണ്ടതേ ഉള്ളൂ ആ സീക്വൻസ് കണ്ടപ്പോൾ ഞാൻ എന്നെ കാണുന്നത് എന്ന് പറഞ്ഞാലേ ആ സീൻ എഴുതി വെച്ചപ്പോൾ ഞാൻ തന്നെ നോക്കി, ഓ ഇത് കരഞ്ഞ് ഡയലോഗ് എണ്ണിപ്പറഞ്ഞ് ഇതിങ്ങനെ കാര്യങ്ങൾ പറയുക. അതിനിടയ്ക്ക് ഹസ്ബൻഡ് എഴുന്നേൽക്കുന്നു, ഇങ്ങനെ ചത്തില്ലേ എന്ന് ചോദിക്കുന്നു, മനുഷ്യനെ വെറുതെ കൊതിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന സീക്വൻസ്. പക്ഷെ അതൊക്കെ തിയേറ്ററിൽ ഭയങ്കര കയ്യടിയായിരുന്നു, ഭയങ്കര കയ്യടി. അവ സുരാജ് വെഞ്ഞാറും കൂടെ ഉണ്ടേ. ആദ്യം മുതൽ അവസാനം വരെ നമ്മളൊക്കെ അഭിനയിച്ചിട്ട് കയ്യടി പോൻ്റെ മുഖം കൊണ്ടുപോയി. ആ സിനിമയിൽ എനിക്ക് ഭയങ്കര കയ്യടിയായിരുന്നു, ആ പോഷൻ ഭയങ്കര കയ്യടിയായിരുന്നു. ഇപ്പം അമ്മ എന്നുള്ള സംഘടനയുമായിട്ട് ചേച്ചി എത്രയോ കാലമായിട്ട് ട്രാവൽ ചെയ്യുന്നു, അമ്മ എന്നുള്ള സംഘടന സഹയാത്ര ചെയ്യുകയാണ്. അപ്പം അമ്മ എന്നുള്ള സംഘടനയെ പറ്റിയിട്ട് ആളുകൾക്ക് പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ട്. എപ്പോഴും ഈ അമ്മ എന്നുള്ള സംഘടന എന്തുകൊണ്ടാണ് മലയാള സിനിമയിൽ പ്രസക്തമാവുന്നതെന്നാണ് ചേച്ചി വിചാരിക്കുന്നത്? അമ്മ എന്ന് പറയുന്ന സംഘടന താരങ്ങളുടെ സംഘടനയല്ലേ. താരങ്ങളുടെ സംഘടന ആകുമ്പം എല്ലാവരും ഉറ്റുനോക്കുന്നത് താരപരിവേഷമുണ്ട് ആ സംഘടനയ്ക്ക്. ഇതാകുമ്പോൾ എല്ലാവരും അറിയുന്ന ഒരാൾ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അതാണ് വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നത്. മനസ്സിലായോ? അമ്മ എന്ന സംഘടന അന്നും ഇന്നും, ഞാനിപ്പം 30 വർഷത്തോളം അടുക്കുന്നു ഞാൻ സിനിമയിൽ വന്നിട്ട്. അതിനകത്ത് ഒരു 29 ചേർന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. അന്ന് ഇത്ര വലിയ എമൗണ്ട് ഒന്നും ഇല്ല. അപ്പം അന്ന് ഇന്നസെൻ്റ് ടി പി മാധവൻ ചേട്ടനായിരുന്നു അന്നുണ്ടായിരുന്നു. ആ സമയത്ത് എടുത്ത മെമ്പർഷിപ്പ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ അമ്മയ്ക്കുള്ളിൽ നല്ല ഐക്യവും നല്ല സ്നേഹവും പരസ്പരം ഒരു വിശ്വാസവും, അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ അതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ മൊത്തമായിട്ട് ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ച്, ഒരിക്കലും ഓരോ വ്യക്തികൾക്കൊന്നും സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ മൊത്തമായിട്ട് എല്ലാവരും ഇരുന്ന് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ്. ഒരു വ്യക്തിക്കൊന്നും സ്വന്തമായിട്ട് അത് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. അത് മൊത്തം ആലോചിച്ച് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി മാത്രമേ അവിടെ ഓരോ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞങ്ങൾക്ക് വേണ്ട, അമ്മയുടെ വയ്യാത്ത ആൾക്കാരെ സഹായിക്കുക, പെൻഷനുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് കവറേജ് ഉണ്ട് 5 ലക്ഷത്തിൻ്റെ, ഇപ്പോൾ 7 തോന്നുന്നു എല്ലാം കൂടെ. അപ്പോൾ അതുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോൾ അത് തന്നെ 1.5 കോടിയോളം വർഷം അമ്മ അടയ്ക്കുന്നത്. എല്ലാവർക്കും കൂടെ ഉള്ള ഇൻഷുറൻസിൻ്റെ പൈസ ഞാൻ പറയണം, 1.5 കോടിയോളം അടുത്ത് അമ്മ അടയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് മൊത്തം എല്ലാം നല്ല. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാം നല്ല കാര്യമല്ലേ വന്നിരിക്കുന്നത്. അതെ അതെ. ഇതിനകത്ത് എന്തെങ്കിലും മോശകാര്യങ്ങളുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനകത്ത് മോശകാര്യങ്ങൾ വരുന്നത് വാർത്തകളല്ലാതെ എന്തെങ്കിലും ആൾക്കാർ പുറത്തുനിന്ന് അത് വളച്ചൊടിച്ച് അതെന്തെങ്കിലുമൊക്കെ പറയുന്നതല്ലാതെ ഞങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ ഞങ്ങളെല്ലാം വളരെ സ്നേഹത്തിലും ഐക്യത്തിലും എല്ലാം ഞങ്ങൾ പോകുന്നത്. ഒരു പ്രശ്നം ഉണ്ടായാൽ മമ്മൂക്ക, ലാലേട്ട് എല്ലാവരും അതിനകത്ത് ഇടപെടുകയും എല്ലാവരും അഭിപ്രായങ്ങൾ പറയും. അത് അടുത്ത ജനറൽ ബോഡി വരുമ്പോൾ അത് ഞങ്ങളെല്ലാം അതവിടെ ചർച്ച ചെയ്യുകയും നല്ലതിന് നമ്മളെല്ലാം കൈയടിച്ച് പാസ്സാക്കി. വേണ്ടെന്ന് പറഞ്ഞാൽ അവരത് എടുക്കത്തില്ല, മൊത്തം ചോദിക്കും. വേണ്ടെന്ന് പറയുകയാണെങ്കിൽ വേണ്ട, നല്ലതാണെങ്കിൽ കൈയടിച്ച് പാസ്സാക്കി അങ്ങനെയൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത്. ചേച്ചി പറയുമ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് പാർവതി തിരുവോത്ത് അമ്മയിൽ അംഗമായിരുന്ന സമയത്ത് പാർവതി തിരുവോത്ത് പറഞ്ഞ കാര്യമാണ് ഈ മറ്റേ വാഷ്റൂംസ് വേണം, അതായത് കാരവാൻ വേണം, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇങ്ങനത്തെ സൗകര്യങ്ങൾ വേണമെന്ന് അന്ന് പാർവതി തിരുവോത്ത് പറഞ്ഞു. ചേച്ചി നേരിട്ട് പാർവതി തിരുവോത്തിനെ കണ്ടാമോദിച്ചു എന്നുള്ളത് അത് പാർവതി തിരുവോത്താണല്ലോ ആദ്യമായിട്ട് അമ്മയിലുണ്ടായിരുന്നപ്പോൾ അവർ പറഞ്ഞതാ. ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. നല്ലത് നമ്മൾ കാണുമ്പോൾ ആര് പറഞ്ഞാലും അത് നമ്മുടെ മൈൻഡ് അന്നേരം പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഏരിയ കാരണം നമ്മൾ ഓൾറെഡി ചെല്ലുമ്പോൾ നമുക്ക് അവർ ക്യാരവനും കാര്യങ്ങളും ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ ചെല്ലുമ്പോഴേ ചേച്ചി അവിടെ ഡബിളാണ്, ഒന്ന് ആണുങ്ങൾക്ക് ഇപ്പുറത്ത് പെണ്ണുങ്ങൾക്ക് ഉള്ളത്, നമ്മൾ കയറി ചെല്ലാറുണ്ട്. അപ്പോൾ ഈ മറ്റുള്ളവർ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ക്യാരവൻ ചിലപ്പോൾ കൊടുത്തൊന്നും വരില്ല. അപ്പോൾ എനിക്കത് പാർവതി അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞത്. നല്ല കാര്യം പോലെ നമ്മൾ നല്ലതിനെ അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. ഞാൻ നല്ലതായിട്ട് തന്നെയാണ് പറഞ്ഞത്. അതിനകത്ത് ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതിനെ നല്ലതായിട്ട് നല്ല കാര്യങ്ങൾ വന്ന് പറയാറുള്ളൂ. അല്ലാതെ ആരും കയറിയിട്ട് മോശം അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. പക്ഷെ എപ്പോഴും അമ്മ ഒരു അവസരം തരും. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വന്ന് പറയൂ. ആരും വന്ന് പറയത്തില്ലല്ലോ. അങ്ങനെ അഡ്രസ് ചെയ്യുന്നില്ല, ആരും വന്ന് പറയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കമ്മിറ്റിയിൽ തന്നെ ശേരാമാനം ചോദിച്ചു, പെണ്ണുങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, വന്ന് വരൂ എന്ന് പറയും. ഇത് ആരെങ്കിലും കയറി പറയണ്ടേ?
ആരും പറയുന്നില്ല. പിന്നെ അല്ലാതെ എവിടെയെങ്കിലും പോയി നിന്ന് മാറി പറഞ്ഞിട്ട് അത് അമ്മ അതിനകത്ത് തെറ്റുകാരിയാണ്, തെറ്റാന്ന് പറയുന്നതിന് നമുക്കത് പറയുന്നത് ശരിയല്ലല്ലോ. അതെ. അത് അമ്മ ഒരു അവസരം നമ്മൾ ഇതിനകത്തൊരു സംഘടന, ഒരു എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കുടുംബമാണ് ഇത്. ഞങ്ങളുടെ ഒരു കുടുംബമാണ്, ഞങ്ങളുടെ ഒരു തറവാടെന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ ഒരു കുടുംബമാണിത് അമ്മ സംഘടന എന്ന് പറയുന്നത്. അതിനകത്ത് ഞങ്ങളെല്ലാം സഹോദരന്മാരും ഞങ്ങളുടെ അമ്മമാരും ഞങ്ങളുടെ സഹോദരിമാരുമാണ് ആ സംഘടനക്കുള്ളിൽ നിൽക്കുന്നത്. അപ്പം ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ തൊട്ടാൽ ഞങ്ങൾക്കെല്ലാം വേദനിക്കും. മനസ്സിലായോ? ഞങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ തൊട്ടാൽ ഞങ്ങൾക്ക് വേദനിക്കും. അപ്പോൾ എനിക്ക് വേദനിക്കും. ഞാൻ അതിനെ പ്രതിഷേധിക്കുകയും ചെയ്യും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും. അപ്പോൾ അതാണ്. അപ്പോൾ അതുപോലെ ഞങ്ങൾ കൊണ്ടുപോകുന്ന ഒരു നമ്മളൊരു കുടുംബം, ഇപ്പോൾ നമ്മുടെ കുടുംബത്ത് എവിടെ ഇഷ്യൂ ഇല്ലാത്ത എല്ലായിടത്തും ഇല്ലേ? അപ്പോൾ എന്ന് പറയുന്നത് നമ്മളെല്ലാം പല പല കുടുംബത്തിലെ അംഗങ്ങളല്ലേ. അപ്പോൾ ഇതെല്ലാം ഒത്തുകൂടുമ്പോൾ ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമെങ്കിലും അത് അവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ തീരും. ഒരിക്കലും അതൊന്നും പുറത്തോട്ട് പോയിട്ടൊന്നും അങ്ങനെ നമ്മൾ മോശം ആക്കൂല. മോശമാക്കുന്നതൊക്കെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പോലുള്ള ചാനൽസും മീഡിയാസും ഒക്കെയാണ് ഇതിനെ മോശമാക്കി. കാരണം നമ്മൾ എത്രയോ നല്ല കാര്യങ്ങൾ പുറത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുത്തു, എത്ര പേരെ സഹായിക്കുന്നു. അവർ നടന്മാർ തന്നെ എത്ര പേരെ സഹായിക്കുന്നു. ഇപ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപ്, ഇവരെല്ലാം സഹായിക്കുന്നില്ലേ? പിന്നെ അമ്മ സംഘടനയ്ക്കുള്ളിലെ ഈ പെൻഷൻ മേടിക്കുന്ന ഒരു ഫണ്ട്, ആദ്യം വലിയൊരു ഫണ്ട് ഉണ്ടായത് എവിടുന്ന? ദിലീപ് 2020 എന്ന് പറഞ്ഞൊരു സിനിമ എടുത്ത് വലിയൊരു എമൗണ്ട് അമ്മയ്ക്ക് തരുക. ആ എമൗണ്ട് അത്രയും വന്നപ്പോഴാണ് അന്നെന്തോ 3000, 2500 കൊടുത്തുകൊണ്ട് എടുത്തുനിന്ന് 5000 വെച്ച് പെൻഷൻ കൊടുത്തു തുടങ്ങി. അപ്പോൾ ഒരിക്കലും നമുക്ക് അത് മറക്കാൻ പറ്റുമോ? ദിലീപ് ചെയ്തൊരു സത്പ്രവർത്തിയെ മറക്കാൻ പറ്റത്തില്ല. അമ്മ ശാന്തകുമാരി, നമ്മുടെ ആരാധന ശാന്തകുമാരി ചേച്ചിക്ക് വീട് വെക്കാൻ അമ്മയെ സഹായിച്ചു, ദിലീപും സഹായിച്ചിട്ടുണ്ട് അതിനകത്ത്. അതൊന്നും പുറത്താരും പറയത്തില്ല. ഒരുപാട് സഹായങ്ങൾ ചെയ്തു. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിനകത്ത് മമ്മൂക്കയോ ലാലേട്ടനോ എന്തോ ഞാൻ പറഞ്ഞു, അവർക്ക് നിറച്ച് പടം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് പറയണേ. ഞാൻ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച പടം ബാബാ കല്യാണിയാണ്. അതിനുശേഷം ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. മമ്മൂക്കയുടെ ഒപ്പം ഞാൻ അഭിനയിച്ചത് കുട്ടനാടൻ ബ്ലോഗാണ്. അതിനുശേഷം മമ്മൂക്കയോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടില്ല. ദിലീപിനോടൊപ്പം ഞാൻ അഭിനയിച്ച പടം മര്യാദരാമൻ സിനിമ. അതിനുശേഷം അഭിനയിച്ചു കേട്ടോ. മറ്റേ നമ്മുടെ പിന്നെ എസ്രപുരം ജാക്കുണ്ടായിരുന്നു ഞാൻ. അതിനുശേഷം ഞാൻ ഒരു പടവും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ പടം കിട്ടാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. നമ്മുടെ സഹപ്രവർത്തകരെ അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇതാണ് സുഹൃത്തുക്കളെ സത്യം. ഇതൊക്കെയാണ് സത്യം. ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആളല്ലേ. അപ്പം ഞാനൊക്കെ പറയാതെ ഇത് വേറെ ആര് പറയണ്ടേ? അതാണ് ഞാൻ പറയുന്നത്. ഒന്നും പടം കിട്ടാൻ വേണ്ടി പറയുന്നില്ല. ഞാൻ സത്യസന്ധമായിട്ട് ഇതറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ചേച്ചി തന്നെ പണ്ടത്തെ വോക്കൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഭദ്രൻ സാറ് ചേച്ചിക്ക് ഒരു 15 വയസ്സുണ്ടാകുന്ന സമയത്ത് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്നുള്ള സിനിമയ്ക്ക് മേനക ചെയ്ത വേഷത്തിന് വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്തിരുന്നു എന്നും അവസാന നിമിഷം ചേച്ചിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ചേച്ചി അത് വേണ്ടാന്ന് വെച്ചൊന്നും കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? എന്നാ വെച്ചാൽ ഇത് സാറ് അന്ന് അവിടെ ഞാൻ എൻ്റെ ആ സമയത്താണ് വീട്ടിൽ വരിക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സാറ് വീട്ടിൽ വന്ന് ഇങ്ങനെ ചോദിച്ച് പറഞ്ഞിട്ട് പോയി. അപ്പം ആ സമയത്ത് സിനിമ ഏതാണ് എടുക്കുക, ഇങ്ങനെ ഒരു പടം നടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞ് സാറ് പറഞ്ഞിട്ട് പോകുന്നത്. അതിനുശേഷം പിന്നീട് അപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു കുറച്ച് ഫോട്ടോസ് എടുത്ത് അയക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നെ സിനിമയെ കൊണ്ടുള്ളത്. കാരണം ഞാൻ കുഞ്ഞിലെ മുതൽ ഡാൻസ് കളിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ആൾക്കാർ പറയുന്ന ഈ മിസ് കുമാരൻ്റെ ബ്രദറിനും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എങ്ങനെയൊന്ന് സിനിമയിൽ. കാരണം ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വേണം. ചെറുപുഷ്പം ഫിലിംസ്, അത് കൊച്ചേട്ടൻ എന്ന് പറയും, പാല. അന്ന് ചെറുപുഷ്പം ഫിലിംസ് ഭയങ്കര നമ്മൾ വലിയ ബാനറാണ് അന്ന്. അപ്പോൾ അന്നൊക്കെ ഈ അവരുടെ കൊച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് ചിലപ്പോൾ മിസ് കുമാരി ആദ്യമായിട്ട് അഭിനയിച്ച് പടവും, അതാണ് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ സിനിമയെ നമുക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓഫറുകൾ വരുന്നത്. പക്ഷെ അത് വന്നില്ല, എന്നെ എടുത്തില്ല. കാരണം എടുത്തില്ലെന്ന് പറയുന്നത് മാത്രമല്ല, അന്ന് ആ ഒരു കല്യാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ അങ്ങ് മാറി. ഞാനത് വലിയ ഇപ്പോൾ അന്നപ്പോൾ ആരാണ് പിന്നീടത് എങ്ങനെയോ ഞാൻ എവിടെയോ എൻ്റെ ഒരു വായിൽ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നീട് വന്നോ മോഹൻലാലിൻ്റെ നായികയായിട്ട് പൊന്നമ്മവാവിനെ ക്ഷണിച്ചു, പൊന്നമ്മവാവ് നിരസിച്ചു എന്നൊക്കെ പറഞ്ഞ്. എൻ്റെ അന്ന് ശങ്കറാ നായകൻ, ലാലേട്ടൻ അതിൻ്റെ കുഞ്ഞു വേഷം. ശങ്കറിൻ്റെ നായികയായിട്ട് അന്ന് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് എന്നെ സാറ് വന്ന് നോക്കി എന്നെ അന്ന് വിളിച്ച് പോയത്. ലാലേട്ടൻ ചെറിയ വേഷ. ഇന്ന് ആൾക്കാർ നോക്കുമ്പോൾ ലാലേട്ടൻ ഭയങ്കര ലാലേട്ടൻ പടം വന്നിട്ട് പൊന്നമ്മവാവ് വേണ്ടെന്ന് ആന്നേ ഈ തമ്മയെ കൊടുക്കുന്ന അതല്ല ആൾക്കാർ കയറുള്ളൂ നോക്കാൻ വേണ്ടിയിട്ട്. ഇത് ശങ്കർ അന്ന് ഹീറോയും ഭയങ്കര
ഇതിൽ ലാലേട്ടനാണത് ചെറിയ വേഷം ചെയ്ത സമയത്താണ്. ഇന്ന് ലാലേട്ടൻ ആൾക്കാർ നോക്കുമ്പോൾ ഇന്ന് ലാലേട്ടൻ ഭയങ്കര ഹൈപ്പായിട്ട് നിൽക്കുന്നു. ശങ്കറിന്റെ പേര് പറയാൻ ആൾക്കാർ വായിച്ചാൽ കയറത്തില്ലല്ലോ കാണാനായിട്ട്. ഇങ്ങനെയൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നത്. അത് അങ്ങനെ കാര്യം ഉണ്ടായതാ. ഇപ്പൊ ഒരു നായിക നടിയായിട്ട് അങ്ങനെ ലോഞ്ച് ആവാമായിരുന്നു, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ പിന്നെ എപ്പോഴെങ്കിലും? ഞാൻ എൻ്റെ കറക്റ്റ് സമയത്ത് ദൈവം എന്നെ നയിച്ചു കൊണ്ടുപോയതെല്ലാം കറക്റ്റ് സമയം. വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു, വളരെ ചെറുപ്പത്തിലെ അമ്മയായി, വളരെ ചെറുപ്പത്തിലെ മക്കളെയൊക്കെ പിന്നെ പഠിപ്പിച്ചു, മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു, മക്കളെല്ലാം നല്ല വെളിയിലെല്ലാം സെറ്റിൽഡായി. ആ സമയത്ത് ഒരു ഗ്യാപ്പിൽ ഞാൻ വീണ്ടും സിനിമയിൽ വരുന്നു, നാടകത്തിൽ വരുന്നു. നാടകത്തിൽ നിന്ന് നാടകം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ സിനിമ തേടി വരുന്നത്. സിനിമ തേടി വരുന്നു, എന്നെ സിനിമയിലോട്ട് എന്നെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിനിമയിൽ വരുന്നു. ആദ്യത്തെ പടം തന്നെ ഹിറ്റാണ് പടനായകൻ. എനിക്കത് അറിയത്തേയില്ല, അന്ന് ഹിറ്റിൻ്റെ മഹത്വമൊന്നും അറിയത്തില്ല. പടനായകൻ. അതിനുശേഷം പിന്നെ ഉദ്യാനപാലം ബ്രേക്കായി. പിന്നെ എന്നെ അങ്ങനെ ദൈവം അങ്ങ് കൊണ്ടുപോയി. പിന്നെ കോമഡി ചെയ്തൊന്നും ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ച ഒരാളല്ല. ഞാനൊരു അമ്മ വേഷം എന്ന രീതിയിൽ കണ്ടു തന്നെ ഞാൻ അങ്ങനെ വന്നേ. എവിടെയോ ദൈവം പറഞ്ഞു, നീ എനിക്ക് ഇത് കൂടെ അങ്ങോട്ട് നീ കൊണ്ടുപോകും എന്നും പറഞ്ഞ് എന്നെ കോമഡിയും കൂടെ ചെയ്തു. അങ്ങനെ അത് ജനം രണ്ട് കൈ നീട്ടി എന്നെ ദൈവം സ്വീകരിച്ചു. അത് ഞാൻ ബിഗ് സ്ക്രീനിലും ഞാൻ സക്സസ് ആയി, ഞാൻ മിനി സ്ക്രീനിലും ഞാൻ സക്സസ് ആയി. അതിൽ കൂടുതൽ എന്താ വേണ്ടേ? ഇതിൽ കൂടുതൽ എന്ത് വേണ്ട തരണ്ട എനിക്ക്? പറ. കറക്റ്റായി. ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു വന്നില്ലല്ലോ ഞാൻ ആ സമയം ഒന്നും ഒരിക്കലും ഉണ്ടായില്ല. അതെല്ലാം കറക്റ്റ് സമയം വന്നത്, എല്ലാം കറക്റ്റ്. ദാസൻ വിജയനോട് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. മകൾ സംവിധാന രംഗത്തേക്ക് കൂടി കടക്കുന്നു. വേൾപൂൾ എന്ന സിനിമ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. വലിയ അഭിപ്രായങ്ങളുണ്ട് ആ സിനിമയ്ക്ക്. എന്താ അതിൻ്റെ വിശേഷങ്ങൾ? മോള് അവിടെ ഓസ്ട്രേലിയയിലാണ് സെറ്റിൽഡ്. അവൾക്ക് 3 മക്കളുണ്ട്. ഹസ്ബൻഡ് പിന്നെ വീടാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന വീട്. മോള് അവിടെ റീജിയണൽ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ അതിനിടയ്ക്ക് അവളവിടെ കോഴ്സ് 4 വർഷം അവിടെ കോഴ്സ് പഠിച്ചു. അവിടെ പഠിച്ചതിന് ശേഷം അവളും അവരുടെ ഹസ്ബൻഡും കൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, വേൾപൂൾ എന്നും പറഞ്ഞിട്ട്. അത് ആദ്യം ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിന് അവൾക്ക് പിന്നെ ബെസ്റ്റ് ഡയറക്ഷൻ്റെ ഫൈനൽ വരെ അവൾ അതിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവലിൽ അവിടെ പോയി എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര അഭിപ്രായം, ഭയങ്കരമായിട്ട് അത് ആൾക്കാർ ഇഷ്ടപ്പെട്ടു ആ പ്രമേയം. അവിടെയുള്ള ചാനൽസും എല്ലാം അത് ഒരുപാട് കവർ ചെയ്തു. അതുപോലെയുള്ള പത്രങ്ങളായാലും എല്ലാം നല്ല വാർത്തകൾ വന്നു. അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അവൾ സത്യം പറഞ്ഞ ഇതൊരു ഫെസ്റ്റിവലിന് അയക്കാനോ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി എടുത്തതോ അല്ല. അവൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതി, അവൾ തന്നെ ഡയറക്ഷൻ ചെയ്ത കാര്യമാണ്. അത് അഭിനയിച്ചിരിക്കുന്നതും ടെക്നീഷ്യനും എല്ലാം ഓസ്ട്രേലിയൻ ആൾക്കാരാണ്. ഇംഗ്ലീഷ് ഷോർട്ട് മൂവിയാണ്, ഹോളിവുഡ് ഷോർട്ട് മൂവിയാണ്. പിന്നെ അതിൻ്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ഇവിടെയായിരുന്നു, ഇന്ത്യയിൽ. ലിജു പ്രഭാകർ കളറിങ്, നമ്മുടെ ഏകലവ് എഡിറ്റിങ്, അങ്ങനെ പുതിയ ആൾക്കാരെ വെച്ച് മ്യൂസിക്കൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്തു. ഇവിടെ ചെയ്തിട്ട് നമ്മളൊരു പ്രിവ്യൂ വെച്ചായിരുന്നു എറണാകുളത്ത് ശാന്തൻ്റെ സ്റ്റുഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് കട്ടിങ് കാണിക്കുന്നത് നമ്മൾ ജോഷി സാറിനെയാണ്. അന്നേരം നമ്മൾ മ്യൂസിക് പോലും ചെയ്തിട്ടില്ല. ജോഷി സാറിനെ കൊണ്ടുപോയി കാണിക്കുന്നു. അപ്പോൾ ജോഷി സാർ ഭയങ്കരമായിട്ട് അവളെ അപ്രിഷ്യേറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇത് ഇനി നീ ഇത് ഇന്ത്യൻ പടമാക്കി കളയരുത്, ഇതൊരു ഹോളിവുഡ് മൂവി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ പ്രിവ്യൂ വെച്ചപ്പോൾ സിബി സാറ്, നമ്മുടെ പത്മകുമാർ, നമ്മുടെ സോഹൻലാൽ, നമ്മുടെ അനീഷ് അൻവർ, നമ്മുടെ ഡയറക്ടർ വിഭാഗത്തിൽ കുറച്ച് ആൾക്കാരെ, നമ്മുടെ റൈറ്റർ അഭിലാഷ് പിള്ള, അങ്ങനെ കുറച്ച് ആൾക്കാരെ മാത്രം വെച്ചിട്ട് ഞാനൊരു പ്രിവ്യൂ ചെയ്തു. അപ്പം ആ സമയത്ത് ഭയങ്കര ഹൈപ്പ് കിട്ടിയെങ്കിലും നമ്മളത് പുറത്തോട്ട് വലുതായിട്ട് കൊണ്ടുവന്നില്ലായിരുന്നു. കാരണം ഓൾറെഡി നമ്മളിത് റിലീസ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഇത് ഫെസ്റ്റിവൽ റണ്ണിങ് ആയതുകൊണ്ട് നമ്മളത് റിലീസ് ചെയ്തിട്ടില്ല. റിലീസ് ചെയ്തതിന് ശേഷം നമ്മളത് മീഡിയ മൊത്തം പറയാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ആരെയും അറിയിക്കാതിരുന്നത്. കാരണം മോടെ തന്നെ ഒരു ഇൻ്റർവ്യൂസിലെ പലരും ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് അവൾക്കും അത് താല്പര്യമില്ല. അവൾ പറഞ്ഞത് വെച്ചാൽ അത് റിലീസ് ചെയ്തിട്ട് ഞാനത് ഇൻ്റർവ്യൂസ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അത് പിന്നെ അങ്ങനെ. അത് ഫെസ്റ്റിവൽ ഭയങ്കര ഒരു അനുഭവമായിരുന്നു. പിന്നെ അതിൽ അൻഡ്രാ സാറ് കണ്ടു, അത് ഭയങ്കര സാറ് കണ്ടു. സാറ് ഭയങ്കര അപ്പം ആ സമയത്ത് ഞാൻ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ അന്ന് അത് പിന്നെ റിലീസ് ചെയ്യാതിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അൻഡ്രാ സാർ അതിന് മുമ്പ് കണ്ടിട്ട് പറഞ്ഞു, ഒരിക്കലും ഇപ്പം റിലീസ് ചെയ്യരുത്, വേറെ 2 ഫെസ്റ്റിവലുണ്ട്, അവിടെ കൂടെ അയച്ചിട്ട് ഇത് റിലീസ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സാറിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതും ഭയങ്കരമായിട്ട് ഒരു മകളുടെ പേരെന്തായിരുന്നു? ദീപ്തി നിർമ്മല ജെയിംസ്. അത് അപ്പോൾ അതുകൂടെ വന്നപ്പോഴത്തേക്കും പിന്നെ അത് വീണ്ടും നമുക്കത് അടുത്ത അവളത് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൾ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് അത് ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ലെജൻഡായ നമ്മുടെ ജോഷി സാർ പറഞ്ഞതിനപ്പുറം എന്നെ സംബന്ധിച്ച് ജോഷി സാർ, സിബി സാർ എൻ്റെ ഗുരുക്കന്മാരാണ് ജോഷി സാറും സിബി സാറും ഒക്കെ. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മോളൊരു സംഭവം ചെയ്തപ്പോൾ അവരെ ഒന്ന് കാണിക്കണം എന്ന് തോന്നിയപ്പോൾ അവരെ തന്നെ കാണിച്ചു. അവർ തന്നെ ഭയങ്കരമായിട്ട് അവളെ അപ്രിഷ്യേറ്റ് ചെയ്ത് അവളോട് എത്രയും പെട്ടെന്ന്
സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിട്ടു. അത് അവളിപ്പോൾ മലയാളം ഒരു ഇംഗ്ലീഷ് മൂവി തന്നെ അവൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ മലയാളത്തിന് 2 സ്ക്രിപ്റ്റ് അവൾ എഴുതി വെച്ചിട്ടുണ്ട് മലയാളം ചെയ്യാനായിട്ട്. അത് നല്ല പ്രൊഡ്യൂസർ നല്ല കാര്യമൊക്കെ നല്ല ആർട്ടിസ്റ്റൊക്കെ ഒത്തു വരുമ്പോൾ അവളത് ചെയ്യും. പിന്നെ ഹോളിവുഡ് ഒരെണ്ണം ചെയ്യണമെന്ന് അതുകൊണ്ട് ആഗ്രഹം. എല്ലാം നടക്കട്ടെ. എന്തായാലും ഡിസംബർ 19 റൈഫിൾ ക്ലബ്ബ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയപ്പോൾ മലയാള സിനിമയുടെ സീൻ മാറും അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. മലയാള സിനിമയുടെ സീൻ മാറ്റി മഞ്ഞുമൽ ബോയ്സ്. അതുപോലെ പൊന്നമ്മ ബാബുവിന്റെ സിനിമാ ജീവിതത്തിന്റെ സീൻ മാറ്റട്ടെ. അത് എൻ്റെ പ്രതീക്ഷിക്കാത്ത ഒന്നിനൊരു സംഭവം ഉണ്ട്. ഞാൻ അതും കൂടി ചെയ്യാത്തതുണ്ടായിരുന്നുള്ളൂ. ഞാൻ അതും കൂടെ ചെയ്തു. ഇനി എനിക്ക് അതേ പറയാനുള്ളൂ പ്രേക്ഷകരോട്. ഞാൻ ഒരു കാര്യം മാത്രം ഒരു സിനിമയിൽ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സീക്വൻസ്. ഞാൻ ഈ റൈഫിൾ ക്ലബ്ബിൽ ഞാൻ അതും കൂടെ ചെയ്തപ്പോഴത്തേക്ക് കംപ്ലീറ്റ് പൂർത്തിയായി. എന്തായാലും വേറൊരു രീതിയിലൊരു ടേക്ക് ഓഫ് ആവട്ടെ റൈഫിൾ ക്ലബ്ബ്. ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ വെളിവാക്കി അതിന്റെ ആ ത്രില്ല് പോകുന്നത് അതുകൊണ്ടാണ് പറയാത്തത്. റിലീസിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടി ഇരുന്ന് ഇതിനെപ്പറ്റി വിശദമായി സംസാരിക്കാം. അതെ, നേരത്തിന് ഒരുപാട് നന്ദി. ഇനിയും ചിരിയും ചിന്തയും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കൂടെ കഥാപാത്രങ്ങളായിട്ട് ഞങ്ങളെയൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ചേരുക. നമസ്കാരം. നല്ല വാക്കുകൾക്ക് നന്ദി. താങ്ക് യു സോ മച്ച്.